ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വർഷത്തിലേക്കും സ്വാഗതം. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഏറ്റവും സ്നേഹം നിറഞ്ഞ പുതുവത്സര ആശംസകൾ ഏറ്റവും സന്തോഷത്തോടെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദിവസം എല്ലാം ഒരേപോലെ തന്നെ പതിവ് പോലെ രാവിലെ നമ്മളുടെ ഒരു സൂര്യോദയം. അപ്പോൾ ഒരു ന്യൂ ഇയർ ആയിട്ട് നമുക്കും നമ്മളുടെ തീരുമാനങ്ങൾക്കും നമ്മളുടെ ആഗ്രഹങ്ങൾക്കും നമ്മളുടെ ആവശ്യങ്ങൾക്കൊക്കെയാണ് മാറ്റങ്ങളുള്ളൂ. നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും ന്യൂ ഇയർ എന്ന് പറയുന്ന ഒരു പബ്ലിക് ഹോളിഡേ ആണ്. പക്ഷെ നമുക്കിവിടെ ഹോളിഡേ ഇല്ല. ഇനി നാളെ ഒരു അവധിയാണെന്നുള്ളതാണ് ഒരു സന്തോഷവും സമാധാനവും ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ന്യൂ ഇയർ ഡേക്ക് മക്കൾക്ക് സ്കൂളുണ്ട്. അപ്പോൾ സ്കൂളിലൊക്കെ പോയി വന്ന് രാത്രി കുറച്ച് ഫുഡൊക്കെ ആയിട്ട് അങ്ങനെ ഒന്ന് ആഘോഷിക്കാം എന്നാണ്. വലിയ ആഘോഷമൊന്നുമില്ല. എന്നാലും നമ്മളുടെ ഒരു കുടുംബത്തിൻ്റെ ഒരുമിച്ചുള്ള ഒരു സന്തോഷം അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇത്തിരി രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് ട്ടോ. അപ്പോൾ മക്കൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ചെയ്ത് വെക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇന്ന് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം, പായസം ഉണ്ടാക്കണം, കട്ട്ലേറ്റ് ഉണ്ടാക്കണം. ഇതൊക്കെയാണ് എൻ്റെ പ്ലാനിങ്. അപ്പോൾ അതുമായിട്ട് ഉള്ള കുക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗിലുള്ളത് ട്ടോ. അപ്പോൾ അതിന് വേണ്ടി ചില്ലി ചിക്കന് വേണ്ടി ഞാൻ രാവിലെ തന്നെ ചിക്കനൊക്കെ നമ്മൾ ബ്രസ്റ്റ് പീസാണ് മേടിച്ചത്. ഞാനൊരു 1 kgയുടെ ചിക്കൻ ബ്രസ്റ്റ് പീസ് മേടിച്ചു. അപ്പോൾ അതിൽ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ മൈദമാവ് ഇട്ടിട്ടുണ്ട്, കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട്, കുരുമുളകിട്ട്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വിനാഗിരി, പിന്നെ നമ്മുടെ ചില്ലി ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു കളറിനും ഒരു ഭംഗി വേണമല്ലോ. ഈ ഫുഡ് കളറൊന്നും അത്ര നല്ലതൊന്നുമല്ല എങ്കിലും നമ്മൾ വല്ലപ്പോഴൊക്കെ അതൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ അതിന് അതിൻ്റേതായ ഭംഗിയിൽ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കളർ പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് മിക്സ് ചെയ്തപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ച് ഇത്തിരിയും കൂടെ വെള്ളം ചേർത്ത് ഞാനതിൽ കട്ടകളൊന്നും ഇല്ലാതെ ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പോ, എരിവോ, പുളിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപ്പും കുരുമുളക് പൊടിയോ വിനാഗിരിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്താൽ അത് നല്ലത് തന്നെയാണ്. ഞാൻ അത് വിട്ടുപോയതാണ് കാര്യം. ഇവിടെ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അതെല്ലാം നന്നായി മാരിനേറ്റ് ചെയ്ത് ചിക്കൻ്റെ എല്ലാ വശത്തോട്ടും ആവുന്ന രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിനേക്കാളും ചെറുതാക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണല്ലോ നമുക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ മനസ്സിലാവുക. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ചെറിയ കഷ്ണങ്ങളാക്കിയാൽ കൂടുതൽ നല്ലതായിരുന്നു എന്ന്. അപ്പോൾ എല്ലാം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് അങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അത് അവിടെ ഇരുന്ന് ഉപ്പും മുളകൊക്കെ പിടിച്ചോളും. ഇനി നമുക്ക് അതിൻ്റെ പണികൾ പിന്നീട് ചെയ്യാം. അപ്പോൾ ഇനി ഇന്ന് എന്താ കട്ട്ലേറ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ ബ്രസ്റ്റ് പീസ് ഞാൻ പറഞ്ഞല്ലോ 1 kg മേടിച്ചത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ ബ്രസ്റ്റ് പീസ് 2 എണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കട്ട്ലേറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് നല്ല കുരുകുരുന്നനെ അരിഞ്ഞ സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട്ലേറ്റിന് നമ്മൾ അരിഞ്ഞിടുമ്പോൾ എപ്പോഴും നന്നായിട്ട് വളരെ ചെറുതാക്കി തന്നെ അരിഞ്ഞിടുന്നതാണ് നല്ലത്. അപ്പോഴാണ് നമുക്കത് ബോളാക്കി പിടിക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാതെ നല്ല ഭംഗിയിൽ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നതിൻ്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളും അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരിഞ്ഞിടുന്നതെല്ലാം വളരെ നൈസാക്കി അരിഞ്ഞിടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി എപ്പോഴും നമ്മുടെ കയ്യിൽ പേസ്റ്റ് ആയിട്ടില്ലെങ്കിലും അത് രണ്ടും അരച്ച് ചേർക്കുന്നത് തന്നെയായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ. എരിവിന് ആവശ്യമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മളിതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും കൂടിയാണ് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ളത്. കട്ട്ലേറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു എരിവുള്ളത് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നതും. പിന്നെ നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കട്ട്ലേറ്റ് ഇപ്പോൾ വെജിറ്റബിൾ ആണെങ്കിലും മീറ്റ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനമായിട്ടുള്ള കുക്കിംഗ് പ്രൊസീജിയർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചിക്കൻ ആണെങ്കിൽ നമ്മൾ ചിക്കൻ ചേർക്കുന്നു. ബീഫ് ആണെങ്കിൽ ബീഫ് നമ്മൾ ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അടിച്ച് പൊടിച്ച് ചേർക്കുന്നു. വെജിറ്റബിൾസ് ആണെങ്കിൽ നമ്മൾ ഏതൊക്കെ വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ ഒന്ന് പുഴുങ്ങി ഉടച്ച് ചേർക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ബേസ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ ആ എന്താ പറയുക വഴറ്റിയെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും സവാളയും പച്ചമുളകും വേപ്പിലയൊക്കെ നന്നായി വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ഞാൻ കുക്കറിൽ ഒരു 2 വിസിലടിച്ച് വെച്ച ചിക്കൻ ബ്രസ്റ്റ് പീസാണ് കേട്ടോ അത്. അത് കഴിഞ്ഞ് ഞാനത് മിക്സിയിൽ നന്നായി പൊടിയായിട്ട് അടിച്ചെടുത്തു. അത് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണമെന്നുള്ളത് കട്ട്ലേറ്റിൻ്റെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഒരു കളറിന് ആവശ്യമായിട്ടും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി തിരുമ്മി വന്നപ്പോൾ വെളിച്ചെണ്ണയുടെ കുറവ് ഇത്തിരി ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നന്നായി മിക്സ് ചെയ്ത് വന്നപ്പോൾ ഒരു 2, 3 ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിൽ ഏഹ്, മുഴുവനോട് കൂടെ പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയിൽ നന്നായി അടിച്ചെടുത്തതാണ് ട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങെന്ന് പറയുന്നത് ഒരിക്കലും ഒരുപാട് അളവിലായി പോവരുത്. ഇപ്പം നമ്മുടെ കട്ട്ലേറ്റ് എന്താണെന്നുണ്ടെങ്കിൽ അതാണ് ഹൈലൈറ്റ് ചെയ്തേക്കണത്. ചിക്കനാണെങ്കിൽ ചിക്കൻ, ബീഫാണെങ്കിൽ ബീഫ്, ഇനി വെജിറ്റബിൾസ് ആണെങ്കിൽ വെജിറ്റബിൾ. ഈ ഉരുളക്കിഴങ്ങെന്ന് പറയുന്നത് ഇതിനെ നമുക്കൊന്ന് മോൾഡ് ചെയ്തെടുക്കാനായിട്ടുള്ളൊരു മാർഗ്ഗം മാത്രാണത്. നമുക്കൊന്ന് പിടിച്ചെടുക്കാനുള്ള ഷ് ഷെയ്പ്പാക്കി എടുക്കാനുള്ളൊരു കാര്യം മാത്രമായിട്ടാണ് നമ്മളതിൽ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും ഈ ചിക്കൻ്റെ മിക്സും ഇനി നന്നായി വഴറ്റി, വഴറ്റി, വഴറ്റി തന്നെ സമയമെടുത്ത് തന്നെ അത് വഴറ്റണം ട്ടോ. അപ്പോൾ നമ്മൾ ഇടുന്ന കഷ്ണങ്ങളെല്ലാം വളരെ നൈസായിരിക്കുക എന്ന് പറയുന്നതും, പിന്നെ നമ്മൾ ഈ വഴറ്റി നന്നായി വഴറ്റി അതിനെ യോജിപ്പിക്കുക എന്ന് പറയുന്നതൊക്കെയാണ് നമ്മളുടെ കട്ട്ലേറ്റ് ഉരുള പിടിച്ച് പൊട്ടാതെ വരാനൊക്കെയുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്. അടുത്തൊരു മാർഗ്ഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മളിതെല്ലാം വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്കത് പിടിക്കുമ്പോൾ അതിലൊരു വെള്ളം നനവോ അല്ലെങ്കിൽ ഇത്തിരി ലൂസാണെന്ന് ഫീൽ ചെയ്താൽ ബ്രെഡോ റസ്കോ ബ്രെഡാണെങ്കിൽ വെറുതെ ഒരു പാനിൽ വെച്ച് വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട, വെറുതെ പാനിൽ വെച്ച് ചൂടാക്കുക. അത് അപ്പുറം ഇപ്പുറം ഇട്ട് ചൂടായി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് റസ്ക് പോലെ തന്നെയാവും. അപ്പോൾ ബ്രെഡോ അല്ലെങ്കിൽ റസ്കോ മിക്സിയുടെ ജാറിൽ ചെറിയ ജാറിൽ പൊടിച്ചെടുത്തിട്ട് ആ പൗഡർ ചേർത്ത് നമുക്കൊന്ന് പിടിച്ചെടുക്കാൻ പാകത്തിന് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം നീക്കി കളയുക എന്ന് പറയുന്നതൊക്കെയാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കാരണം പലപ്പോഴും കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അത് ഉരുള പിടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് വെളിച്ചെണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോകുന്നു. ഇതൊക്കെ എനിക്കും ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുള്ള അബദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ അത് പരിഹരിച്ച് പരിഹരിച്ച് വന്ന മാർഗ്ഗങ്ങൾ ഇതൊക്കെയാണ്. പലരിൽ നിന്ന് കിട്ടിയ അഡ്വൈസുകളും പലരും പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ മാനിച്ച് തന്നെയാണ് ട്ടോ ഈ ഒരു സ്റ്റേജിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ഞാനും പഠിച്ചത്. അപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ആ മാവ് എല്ലാതും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതില് വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്ന വേപ്പിലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമ്മൾ ഷേപ്പാക്കി ഞാനത് ഫ്രിഡ്ജിൽ വെക്കാണ് ട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പണി എളുപ്പാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞു. മക്കൾക്ക് സ്കൂളിൽ പോകുന്ന സമയം അടുത്തു. ഞാൻ രാവിലെ വെള്ളയപ്പം സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. വെള്ളയപ്പം അരച്ച് വെച്ച വീഡിയോ തലേദിവസത്തെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ ആണ് ട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിൽ കറുവപ്പട്ട, ഏലക്കായ, ഗ്രാമ്പൂ, നമ്മുടെ ബേ ലീഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൊട്ടി തീർന്നപ്പോൾ അതിൽ എല്ലാ വെജിറ്റബിൾസും കൂടെ ഞാൻ ഒരുമിച്ച് തലേദിവസം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ട്ടോ. അതിൽ ഉരുളക്കിഴങ്ങുണ്ട്, ക്യാരറ്റുണ്ട്, സവാളയുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെന്താ കറിവേപ്പിലയുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചേർത്ത് വെളിച്ചെണ്ണയൊക്കെ ചൂടായി പൊട്ടി വന്നപ്പോൾ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനാവശ്യത്തിനായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് ആവി കയറി ഒന്ന് സോഫ്റ്റ് ആകുന്നു എന്ന് കണ്ടപ്പോൾ നല്ല ചൂടുവെള്ളം ട്ടോ. ഈ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നല്ല തിളച്ച വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചാറിന് ആവശ്യമായിട്ടുള്ള പാകം മനസ്സിൽ വിചാരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും വെള്ളം ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ച് നന്നായിട്ട് വിസിൽ വരട്ടെ. ഇവിടെ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ നന്നായി ഉടഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഇങ്ങനെ എന്താ പറയുക നാളികേരപ്പാൽ മാത്രമേ ഇവർ കഴിക്കുള്ളൂ. അതിങ്ങനെ തെക്കി തെക്കി മാറ്റി വെക്കും. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് കോഫിയാണ്. എല്ലാ ദിവസവും നമ്മൾ ചായയല്ലേ കുടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം കോഫി ആക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ പാലൊക്കെ തിളച്ച് വന്ന് കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ട്. കാപ്പിപ്പൊടി ഇട്ടപ്പോൾ തന്നെ പാല് ഓഫ് ചെയ്യും ട്ടോ. അങ്ങനെയാണ് നമ്മൾ കോഫി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ദേ നമ്മളുടെ വെള്ളയപ്പം കലക്കി വെച്ചത് എന്തായി നോക്കിയപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇത്തിരി കട്ടി കൂടുതലാണ് ട്ടോ. ഇപ്പോൾ ഒരു വട്ടയപ്പമൊക്കെ ഉണ്ടാക്കാനുള്ള പാകമാണെങ്കിൽ ഈ ഒരു പാകം ഓക്കെയാണ്, കട്ടി ഓക്കെയാണ്. പക്ഷേ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത്തിരിയും കൂടെ ലൂസായിട്ടുള്ള മാവാണ് എപ്പോഴും വെള്ളയപ്പത്തിന് നല്ലത്. അപ്പോൾ ഞാനതിൻ്റെ ഉപ്പും മധുരമൊക്കെ ഇന്നലെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ നമ്മളത് ഇട്ടത് ഒരു ഫെർമെൻറ്റേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഉപ്പും മധുരമൊക്കെ ടേസ്റ്റ് നോക്കിയപ്പോൾ എല്ലാതും ഇടണം. നമുക്കിവിടെ ഇത്തിരി മധുരത്തിൽ വെള്ളയപ്പം കഴിക്കുന്നതാണ് ട്ടോ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ചധികം അധികം പഞ്ചസാരയായി പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി അത് ലൂസായി പോവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെള്ളയപ്പം ഒന്ന് ചൂട് കയറുമ്പഴേക്കും പഞ്ചസാരയുടെ അളവ് കൂടുതലാണെങ്കിൽ അത് കറക്കാനും തുടങ്ങും. അപ്പോൾ അതൊക്കെ മനസ്സിലിരുത്തിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള മധുരവും ഉപ്പും ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സ്റ്റൂവിലേക്ക് ഞാൻ ഒരു നാളികേരം മുഴുവനായിട്ട് അടിച്ച് ആദ്യത്തെ പാല് സ്റ്റൂവിലേക്ക് ഒഴിക്കാൻ മാറ്റി വെച്ചു. അതേ നാളികേരത്തിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അടിച്ചെടുത്ത നാളികേരപ്പാൽ ഞാൻ ഒഴിച്ച് വെള്ളയപ്പത്തിൻ്റെ മാവിനെ ലൂസാക്കി എടുക്കുകയാണ് ട്ടോ.
ഒത്തിരി ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇരുന്നാലാണ് നമ്മളുടെ വെള്ളയപ്പം നല്ല അരികൊക്കെ നല്ല ലേസ് പോലെ വരുള്ളൂ. വളരെ ഈസി ആയിട്ടാണ് നമ്മൾ വെള്ളയപ്പത്തിന് അരച്ച് വെച്ചത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണണം ട്ടോ. അപ്പോൾ വെള്ളയപ്പം ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കും. ഒന്ന് വെള്ളയപ്പച്ചട്ടിയിലും ഒന്ന് ദോശപ്പാനിലും. ദോശപ്പാനിൽ ഉണ്ടാക്കുന്നത് മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനും വെള്ളയപ്പ പാത്രത്തിൽ ഉണ്ടാക്കുന്നത് ഇപ്പം കഴിക്കാനായിട്ടാണ് ട്ടോ. അപ്പോൾ എനിക്ക് രണ്ടും കൂടെ ഒരുമിച്ച് വേഗം വേഗം എൻ്റെ പണികൾ തീർക്കാം. അതിനും കൂടിയും പിന്നെ സ്കൂളിലേക്ക് കൊടുത്തയക്കുമ്പോൾ അവർക്ക് ദോശ പോലെ ഇരിക്കുന്നത് കഴിക്കാനാണ് കൂടുതൽ എന്താ പറയാ, കൂടുതൽ സൗകര്യം അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തയക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നമ്മളുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്മാഷർ ഉപയോഗിച്ച് അതൊക്കെ നന്നായി ഉടച്ചെടുക്കാണ് ട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമുക്കിവിടെ ഉടഞ്ഞിരുന്നാൽ ആ ഒരു കഷ്ണങ്ങളൊക്കെ നമ്മുടെ മക്കളുടെ വയറ്റിൽ പോവും. ഇല്ലെങ്കിൽ അവർ ആ ചാറ് മാത്രം തെക്കിയെടുത്ത് കഴിക്കും. അപ്പോൾ അതൊക്കെ ഉടച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം പിഴിഞ്ഞ് വെച്ചിട്ടുള്ള നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അധികം തിളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഇത്തിരി ഒന്ന് തിള വന്ന് ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ് ട്ടോ ഇത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണ്. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റൂവിനാണെങ്കിലും ഒരു ചെറിയ മധുരത്തിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവ് ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇടാം. ഇത്തിരി ഗരം മസാല വേണമെങ്കിൽ ഗരം മസാലയും ചേർക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള സ്റ്റൂ ആണ് ട്ടോ. അപ്പോൾ ദേ നമ്മുടെ വെള്ളയപ്പം ഇവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ വെള്ളയപ്പം. അത് ഇത്തിരി ചൂട് കൂടിയിട്ടാണ് ഞാൻ ആ പാനിലേക്ക് ഒഴിച്ചത്. അതുകൊണ്ടാണ് അതിൻ്റെ അരിക് അത്രയും ലേസ് അത്രയും അതിൻ്റെ ഹോൾസ് വലുതായി വന്നിരിക്കുന്നത്. ചൂട് കറക്റ്റായിട്ടാണ് നമ്മൾ വെള്ളയപ്പ പാത്രത്തിലേക്ക് ഒഴിക്കണമെങ്കിൽ അത് തിരിക്കുമ്പോൾ അതിൻ്റെ അരികൊക്കെ നല്ല ലേസ് പോലെ തന്നെ വരും ട്ടോ. ഇനി വെള്ളയപ്പം പിടിക്കുമോ എന്ന് ആശങ്ക ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മുട്ടയുടെ വെള്ള നമ്മൾ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ഈ മാവിലോട്ട് അടിച്ച് ചേർത്താൽ വെള്ളയപ്പം ഒട്ടിപ്പിടിക്കുമോ എന്നുള്ള ഒരു ടെൻഷനും വേണ്ട. നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ അങ്ങനെ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാനൊരു ടിപ്പ് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ രാവിലെ സാധാരണ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കാറ്. ഇന്നിപ്പോൾ എന്തായാലും ന്യൂ ഇയർ അല്ലേ, അപ്പോൾ വെള്ളയപ്പം സ്റ്റൂ ഒക്കെ ഉണ്ടാക്കിയതുകൊണ്ട് അവരുടെ കൂടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അവരുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ് ട്ടോ. അപ്പോൾ എൻ്റെ മോനാണെങ്കിൽ ഞാൻ പറയാറുണ്ടല്ലോ, ഒരു തലവട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന് സംശയങ്ങൾ തുടങ്ങും. അപ്പോൾ അതെന്താ അങ്ങനെ, അപ്പോൾ അതെന്താ ഇങ്ങനെ. അപ്പോൾ അവൻ്റെ ഒരു 100,000 സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് വെള്ളയപ്പം ആയതുകൊണ്ട് 2 പേർക്കും ഇഷ്ടമാണ്. പൊതുവേ ചോറ് കൊണ്ടുപോകാനായിട്ട് അവർക്ക് മടിയാണ്. എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഈ പറഞ്ഞ പോലെ വെള്ളയപ്പമൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ് അവർക്ക് സ്കൂളിൽ പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ മക്കൾ പോയി കഴിഞ്ഞപ്പോൾ ഇനി നമ്മളുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വറുക്കാനുള്ള പണികൾ തുടങ്ങാം. അപ്പോൾ ഞാൻ ചിക്കൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചില്ലി സോസ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഞാൻ സാധാരണ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ചില്ലി സോസ് ഇങ്ങനെ ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ വറ്റൽമുളക് കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് അതിനെ ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കും ട്ടോ. ഇത് ഞാൻ ഇപ്പം തന്നെ ഉണ്ടാക്കി ഇപ്പോഴത്തെ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വളരെ കുറച്ച് ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം എടുത്തിരിക്കുന്നതും മിക്സിയുടെ ജാറിൽ വേറെ ഒന്നും ചേർക്കാതെ അടിക്കുന്നു. ഇനിയിപ്പോൾ ചില്ലി സോസ് ഇങ്ങനെ ആക്കി നിങ്ങൾക്ക് എടുത്ത് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ചധികം വറ്റൽമുളക് ഇതുപോലെ തിളപ്പിച്ച വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് അതിനുശേഷം കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് അടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കൊരു കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യം പോലെ നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാം ട്ടോ. ഫ്രിഡ്ജിൽ വെക്കണം, അങ്ങനെ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സോസ് ഉണ്ടാക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഞാൻ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ സോയാ സോസ് ഇട്ടിട്ടുണ്ട്, ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചില്ലി ചിക്കൻ ആവശ്യമായിട്ടുള്ള സോസുകൾ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ നമ്മളുടെ ഒഴിക്കാനുള്ള സോസ് റെഡിയായി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സോസിന് നമ്മൾ സാധാരണ സോസിനേക്കാളും നല്ലൊരു എരിവും ഉണ്ടായിരിക്കും. പിന്നെ നല്ല ഈ വറ്റൽമുളക് അടിച്ച് വരുന്നതുകൊണ്ട് തന്നെ നല്ല കളറും ആയിരിക്കും അതിന്, നമ്മുടെ കറിക്ക്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ജീരകശാല അരിയാണ് ട്ടോ. സാധാരണ എപ്പോഴും ഫ്രൈഡ് റൈസിനെ കാണാൻ ഭംഗി ബസ്മതി റൈസാണ്. പക്ഷേ എനിക്ക് തോന്നാറുണ്ട് ടേസ്റ്റ് കൊണ്ട് ടേസ്റ്റ് ജീരകശാല അരിക്ക് തന്നെയാണ്. കാരണം നമ്മളുടെ ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ വളരെ സോഫ്റ്റ് ആയിരിക്കും. ബസ്മതി റൈസിനേക്കാളും സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ജീരകശാല റൈസ് കൊണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴാണ്. എന്തായാലും എൻ്റെയിൽ നീളമുള്ള ബസ്മതി അരി ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ് ഞാൻ ഇത് ഉപയോഗിച്ച് ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അരി ഒരു 10-20 മിനിറ്റ് കുതിർത്തി വെച്ചിട്ട് പിന്നെ വെള്ളം തിളച്ച് അതിലോട്ട് അരി ഇട്ട് കൊടുത്ത് അങ്ങനെയാണ് ചോറാക്കിയത്. അപ്പോൾ അത് ഊറ്റി വെക്കുകയാണ്. ഫ്രൈഡ് റൈസിനുള്ള റൈസ് എപ്പോഴും നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതൊരു 80% കുക്കാവുമ്പോൾ തന്നെ മാറ്റി വെച്ചാൽ
നന്നായി തണുക്കണം. തണുത്ത ചോറ് വേണം നമ്മള് തണുത്ത ചോറ്ന്ന് പറഞ്ഞാല് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. നന്നായി ചൂടാറിയ ചോറ് വേണം നമ്മള് ഫ്രൈഡ് റൈസിലേക്ക് മിക്സ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ചോറ് കുഴഞ്ഞിരിക്കുകയാണെങ്കിലോ, വേവ് കൂടിയാലോ, ചൂടുണ്ടെങ്കിലോ അത് കുഴഞ്ഞ് പോവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ചോറ് നേരത്തെ ഉണ്ടാക്കി വെച്ചത്. അപ്പൊ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഓരോരോ ബാച്ചായിട്ട് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിരുന്നെങ്കിൽ കൂടുതൽ നല്ലതായിരുന്നു ട്ടോ. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ന്യൂ ഇയർ ആണ് നമുക്കൊരു മധുരം വേണ്ടേ? അപ്പൊ ഒരു സേമിയ പായസം ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്. കാരമലൈസ് ചെയ്യാനോ അതിനൊന്നും നിക്കുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു സേമിയ പായസം നമ്മള് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് 1.5 ലിറ്റർ പാല് തിളപ്പിക്കാനാണ് അവര് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 1.5 ലിറ്റർ പാല് തിളച്ച് വന്നപ്പോ ഞാനതില് നമ്മുടെ ഡബിൾ ഹോഴ്സിന്റെ പായസം മിക്സ്, സേമിയ മിക്സ് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ. അപ്പൊ പിന്നെ ഇനി വേറെ പണിയൊന്നുമില്ല. ഒരു 10, 20 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാല് നമ്മുടെ പായസം റെഡിയായി. കാരമലൈസ് ചെയ്ത പായസമൊക്കെ നമ്മള് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്നാ പിന്നെ ഇന്ന് ഇനിയിപ്പോ അതല്ലാതെ തന്നെ ഒരുപാട് പണികളും അരിയലും പിടിയലൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പായസം വളരെ ലഘുവായിട്ടുള്ള പായസമാണ്. പാലടയ്ക്കൊന്നും ഞാൻ മുതിർന്നില്ല. ഇന്ന് സേമിയയിൽ ഒതുക്കി. അപ്പൊ പാലൊക്കെ നന്നായി തിളച്ച് സെറ്റായി വന്നപ്പോ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ പായസം റെഡിയായി. ഇനി എന്താ നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കരുത്. നമ്മളുടെ ഓയിലാണ് നല്ലത്. ഇപ്പൊ നമ്മളിവിടെ എല്ലാത്തിനും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ആൾക്കാരായതുകൊണ്ട് എന്റേല് പിന്നെ ഉള്ളത് എള്ളെണ്ണയാണ്. ഓയിൽ ഇല്ല എങ്കില് പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട. അതിന് പകരം അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ പറയാ നമ്മളുടെ ജിഞ്ചർ ഓയിൽ ഒഴിക്കുക എന്നുള്ളതാണ് ട്ടോ, നല്ലെണ്ണ. അപ്പൊ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പാനില് എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ നമ്മള് വെളുത്തുള്ളിയും, ഇഞ്ചിയും, പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചൈനീസ് വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാതും അരിഞ്ഞ് അടുത്ത് തന്നെ സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ കാര്യം. പിന്നെ നല്ല ചൂടോട് കൂടി തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം നമ്മളിതെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മള് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മുടെ ഇഞ്ചിയും, വെളുത്തുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ളൂ ട്ടോ. അതൊന്നും വാടിക്കരിഞ്ഞ് വരേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് സോഫ്റ്റായി വന്നപ്പോൾ തന്നെ സോഫ്റ്റ് ആവല്ല, ഒന്ന് മുരിയുന്ന അവസ്ഥയിലെത്തിയപ്പോൾ തന്നെ നമ്മളതിലേക്ക് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സോഫ്റ്റായിട്ട് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തതാണ് ട്ടോ. ഇത് സാധാരണ നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചേർത്ത് കാണില്ല. എങ്കിലും അതൊരു രസമാണ് നമ്മുടെ കറിയിൽ കടിക്കാനായിട്ടും പിന്നെ നമ്മളുടെ ആ ഒരു ചാറിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കൂട്ടാനായിട്ടും ക്വാണ്ടിറ്റി കൂട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും ഈ ക്യാരറ്റ് ചേർക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നമ്മളുടെ കറിയിൽ കാണുമ്പോൾ ഒരു ഭംഗി കൂട്ടുന്നു മാത്രം. അത്രേ ഉള്ളൂ ട്ടോ. അപ്പോൾ അതെല്ലാതും ഒന്ന് സോഫ്റ്റായി വന്നപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സോസ് ഉണ്ടായിരുന്നല്ലോ. നമ്മളുടെ വറ്റൽമുളകും ടൊമാറ്റോ സോസും പിന്നെന്താ സോയാ സോസും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ സോസ് നമ്മള് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സോസിൻ്റെയൊക്കെ ഒരു പച്ചമണവും അതൊക്കെ മാറണം. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചാറിന് കൊഴുപ്പ് ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ 1 സ്പൂൺ കോൺഫ്ലോർ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഞാൻ അതിൽ ചേർക്കുന്നുണ്ട് ട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഈ കറി നന്നായിട്ട് തിളച്ച് വരണം. കാരണം കോൺഫ്ലോർ എന്ന് പറയുന്നതിന് നല്ലൊരു പച്ചക്കുത്ത് തന്നെയുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം സമയം നന്നായി തിളച്ചാൽ തന്നെയാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് ബാലൻസായി കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. നമ്മുടെ കഷ്ണങ്ങളും എല്ലാതും അരിഞ്ഞ് ഒന്ന് സെറ്റാക്കി ഈ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ എന്ന് പറയുമ്പോൾ കുറേ അരിയൽ പ്രക്രിയകളുണ്ടെന്ന് മാത്രം. അരിഞ്ഞൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പിന്നെ വളരെ എളുപ്പമാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് മാത്രം ഉണ്ടാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ചാറിൻ്റെ കളറും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദേ വീണ്ടും കുറച്ച് കളർ പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. ആരോഗ്യത്തിന് ഇതൊന്നും ഒട്ടും നല്ലതല്ല. പക്ഷെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ ഉണ്ടാക്കി കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ട്ടോ ഇതൊക്കെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ചേർത്ത് ഈ മിക്സ് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് വഴി നമ്മുടെ മക്കളുടെ ഉള്ളിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് കയറിപ്പോവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ട്ടോ. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ എന്ന് പറയുമ്പോൾ അതിന് ചെറുതായിട്ടൊരു മധുരത്തിൻ്റെ ഫ്ലേവർ വേണ്ടതുകൊണ്ട് ഞാൻ ദേ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായി തിളച്ച് വന്നപ്പോൾ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനി അതിൽ കിടന്ന് ഒന്ന് സോഫ്റ്റായി അതിൻ്റെ ടേസ്റ്റൊക്കെ ചിക്കനിലോട്ടും കൂടെ കയറട്ടെ.
ഈ ചൈനീസ് വിഭവങ്ങൾ ഒരിക്കലും കാലത്ത് ഉണ്ടാക്കി വെച്ച് രാത്രി കഴിക്കുന്ന പരുവത്തിന് ഉണ്ടാക്കി വെക്കരുത്. ഇപ്പം നമ്മള് മക്കള് സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രിയത്തെ ഡിന്നറിനാണ് ഇതൊക്കെ തയ്യാറാക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ മോളെയും കൊണ്ട് തൃശ്ശൂരൊന്ന് പോയിട്ടുണ്ടായിരുന്നു. രാവിലത്തെ പരിപാടികൾ കുറച്ചൊക്കെ കഴിഞ്ഞ് മക്കള് സ്കൂളിൽ പോയി വന്നു. വന്ന് ഞാൻ മോളെയും കൊണ്ട് പല്ല് ഡോക്ടറെ അടുത്ത് പോയി. അപ്പൊ അവിടുന്ന് വന്ന് ഒരു 6:30 ഒക്കെ ആയപ്പോഴാണ് ട്ടോ പിന്നെ ഈ കുക്കിംഗ് പരിപാടികളൊക്കെ തുടങ്ങുന്നത്. അപ്പൊ കട്ടിങ്ങും പരിപാടികളൊക്കെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കട്ട്ലേറ്റിന് വേണ്ട കാര്യം റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ പോയത്. പോയി വന്നതിന് ശേഷമാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇത്തിരിയും കൂടെ ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ വെള്ള എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ട്ടോ. ഈ വെള്ള എള്ളൊക്കെ നമ്മളുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ കുക്കിങ്ങുകളിലൊന്നും നമ്മളിത് ഉൾപ്പെടുത്തുന്നില്ല. അല്ലേ? നമ്മള് അങ്ങനെ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാചക രീതി തന്നെ നമുക്കില്ലാത്തതാണ് സത്യമെന്ന് പറഞ്ഞാല്. അപ്പോൾ എന്തായാലും ഇതുപോലെ ചേർക്കാൻ പറ്റിയ അവസരങ്ങളില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കടുത്ത് എന്താ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഫ്രൈഡ് റൈസ് നമുക്ക് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വലിയൊരു പാത്രം തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ട്ടോ. വീണ്ടും ഫ്രൈഡ് റൈസിന് നമുക്ക് എപ്പോഴും നല്ലത് ഈ പറയുന്ന പോലെ തന്നെ ഏം, എള്ളെണ്ണ തന്നെയാണ്. എള്ളെണ്ണയല്ല സോറി നല്ലെണ്ണയാണ്. പിന്നെ നല്ലെണ്ണ ഇല്ലെങ്കില് ഓയിലിൽ ഉണ്ടാക്കുക. ഒരിക്കലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാതിരിക്കുക. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ച് നല്ല ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി കയറിയപ്പോൾ സവാള നല്ല കുരുകുരുന്നനെ അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴായാലും നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ അടുത്ത് റെഡിയാക്കി വെച്ചിരുന്നാൽ മതി. അതാത് സമയങ്ങളിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മള് ബീൻസ് വളരെ നൈസാക്കിയിട്ടാണ് ട്ടോ നമ്മള് അരിഞ്ഞിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത് നമ്മൾ അടച്ചു വെച്ചിട്ടോ വെള്ളം ഒഴിച്ചിട്ടോ ഒന്നല്ലല്ലോ വേവിക്കുന്നത്. ഇത് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ കിടന്ന് ഇങ്ങനെ ഫ്രൈ ആയി വരുന്ന പരുവത്തിനാണ് ആവേണ്ടത്. അപ്പൊ അത് ആവണെങ്കില് നമ്മൾ ഇത്തിരി നൈസാക്കി അരിഞ്ഞാൽ തന്നെയാണ് അത് പെട്ടെന്ന് ആവുള്ളൂ. അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് വളരെ നൈസാക്കിയിട്ട് അരിഞ്ഞിടാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ ചോറിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ വെജിറ്റബിൾസ് ചേർക്കാനായിട്ട്. അപ്പൊ അതൊന്ന് സോഫ്റ്റായി വന്നപ്പോൾ ഞാൻ ദേ ഒരു 3, 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ട്ടോ. ക്യാരറ്റ് നല്ല പൊടി പൊടിയായിട്ട് തന്നെ അരിഞ്ഞതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഒരു ഫ്രൈ ആയെന്ന പരുവത്തിലാവട്ടെ. അപ്പോൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ നമുക്കിനി വേണമെങ്കിൽ കോളിഫ്ലവർ ആണെങ്കിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ബീൻസ് ആണെങ്കിലോ ഏഹ്, എന്താ പറയുക നമ്മുടെ ഗ്രീൻ ബീൻസ് ആണെങ്കിലോ ക്യാബേജ് ആണെങ്കിലോ എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം. ഞാൻ പറഞ്ഞ പോലെ ഫ്രൈഡ് റൈസൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് അത്രയും വെജിറ്റബിൾസ് ചെല്ലും. അതല്ലാതെ ഇപ്പം നമ്മളിത് ക്യാരറ്റും ബീൻസായിട്ട് ഒരു ഉപ്പേരിയായിട്ടൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട. പക്ഷേ ഈ ഒരു സംഭവം തന്നെ ഫ്രൈഡ് റൈസ് ആക്കി കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അധികം വെജിറ്റബിൾസ് കുത്തിച്ചേർത്ത് നമ്മുടെ മക്കൾക്ക് അരോചകമില്ലാത്ത രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പയ്യെ പയ്യെ പനയെ തിന്നാം എന്ന് പറഞ്ഞ പോലെ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ അവരുടെ അകത്തേക്ക് വെജിറ്റബിൾസ് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ. നമ്മള് ചോറ് വേവിച്ചപ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ സോയാ സോസ് ചേർക്കുമ്പോൾ അതിൽ ഉപ്പുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മള് ഈ വെജിറ്റബിൾസിൽ ഉപ്പിടാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്ന രീതി ആയപ്പോൾ ഞാൻ അതിൽ ചെറുതാക്കി അരിഞ്ഞ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എന്ന് പറയുമ്പോൾ സെലറി, സ്പ്രിംഗ് ഒനിയൻ ഇതൊക്കെയാണ് നമ്മുടെ ചൈനീസ് ഡിഷിന്റെ ആ ഒരു യഥാർത്ഥ സ്മെല്ല് കൊടുക്കുന്ന കാര്യങ്ങള്. ഇപ്പൊ നമ്മളുടെ ഇവിടെ ഗ്രാമപ്രദേശമാണ്. നമുക്ക് അങ്ങനെ ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് അതൊന്നും മേടിക്കാൻ കിട്ടിയില്ല. ഞാൻ ചോദിച്ചു 2, 3 കടകളൊക്കെ കയറി അന്വേഷിച്ചു. അപ്പോൾ കിട്ടിയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കുന്നതാണ് ഫ്രൈഡ് റൈസിന് അതിൻ്റേതായ രുചിയും മണവും കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാതും ഒന്ന് ഇങ്ങനെ ഡ്രൈ ആയി വന്ന ഫോം ആയപ്പോൾ ഞാൻ അതിൽ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സോയാ സോസ് നമ്മൾ എന്തായാലും ചേർത്ത് കൊടുക്കണം. അതാണ് വേറെ ഒരു പോയിന്റ്. ചൈനീസിൻ്റെ ആ ഒരു സ്മെല്ലും നമ്മുടെ ചോറിൻ്റെ കളറൊക്കെ വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ കുരുമുളക് പൊടി നമ്മൾ പച്ചമുളക് ചിലരേ ചേർക്കുള്ളൂ. ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര. ഇത് പലരും ചേർക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് നമ്മുടെ ഫ്രൈഡ് റൈസിന് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ട്ടോ. കുറച്ച് പഞ്ചസാര ഈ വെജിറ്റബിൾസിൻ്റെ ഒപ്പം ചേർക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് ഉപയോഗിച്ച് ചെയ്യുന്നു. ഇനിയിപ്പോൾ എഗ് ആണെങ്കിൽ എഗ് നമ്മളൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് അതിൽ ചേർക്കുന്നു. ഇനിയിപ്പോൾ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ഇതുപോലെ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചത് പിച്ചി ചീന്തിയുള്ള കഷ്ണങ്ങൾ ചേർക്കുന്നു. അങ്ങനെയൊക്കെ തന്നെയാണ് ബേസ് ഇങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ ചോറ് എനിക്ക്
ഞാൻ ദേ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നമ്മളുടെ മസാല അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസ് എന്തുമാത്രം ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് മിക്സ് ചെയ്താണ് ട്ടോ. ഒറ്റയടിക്ക് നമ്മള് മുഴുവൻ ചോറ് ചേർത്ത് കൊടുക്കാതിരിക്കുക. ബാച്ചായിട്ട് ചേർക്കുമ്പോൾ നമുക്ക് ഉള്ള ചോറിലോട്ട് നന്നായിട്ട് നമ്മുടെ ഈ വെജിറ്റബിൾസിനെ മിക്സ് ചെയ്യാൻ പറ്റും. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ചോറ് ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ ഏറ്റവും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചോറ് നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുക. നന്നായി ചൂടാറി തണുത്ത ചോറായിരിക്കണം. പറ്റുമെങ്കിൽ ചൂടാറി ഫ്രിഡ്ജിൽ വെച്ച ചോറാണെങ്കിൽ ഇത്തിരിയും കൂടെ നമുക്കത് പൊടിയാതെ കിട്ടും. പിന്നെ ഇളക്കുന്ന രീതിയിലാണെങ്കിലും ഒരുപാട് കുഴച്ച് ഇളക്കാതെ വിട്ട് ഇളക്കാവുന്ന രീതിയിൽ സ്പാച്ചില ഉപയോഗിച്ച് ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാച്ചായിട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം. അപ്പൊ അങ്ങനെ നമ്മളുടെ ആവശ്യത്തിന് വേണ്ട ചോറും, എന്നാ വെജിറ്റബിൾസ് എല്ലായിടത്തേക്കും മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള അളവ് നോക്കിയിട്ട് വേണം നമ്മള് ചോറ് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനതിങ്ങനെ മിക്സ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ ചോറിടാം എന്ന് തോന്നി. അങ്ങനെയാണ് കുറച്ചും കൂടെ ചോറിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലായിടത്തേക്കും മിക്സ് ആവുന്നുണ്ട്. നമ്മളുടെ കളറും എല്ലായിടത്തേക്കും സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ വീണ്ടും കുറച്ച് നല്ലെണ്ണ അതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ സെലറി, സ്പ്രിംഗ് ഒനിയനൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ കൂടുതൽ നല്ലതായിരിക്കും. ഇനി അടച്ചൊന്നും വെക്കാതെ നമ്മുടെ പാൻ തുറന്ന് തന്നെ വെക്കണം. അടച്ചു വെച്ചാൽ അതിൽ ആവി തിങ്ങി നമ്മുടെ റൈസ് ഞാൻ പറഞ്ഞല്ലോ ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് തന്നെ അത് ഒരിക്കലും അമങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. അപ്പോൾ ഇനി തുറന്ന് വെക്കാം. നമ്മളിപ്പോൾ ഏകദേശം കഴിക്കാറായിട്ടോ. കഴിക്കാറാവുന്നതിൻ്റെ സമയത്തിൻ്റെ തൊട്ട് മുന്നൊക്കെ തന്നെയാണ് ഫ്രൈഡ് റൈസ് ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി നമുക്കെന്താ കട്ട്ലേറ്റ് ഉണ്ടാക്കണം. അപ്പോൾ കട്ട്ലേറ്റ് നമ്മള് നേരത്തെ തന്നെ ഉണ്ടാക്കി ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇനിയിപ്പോൾ പണി എളുപ്പമാണ്. അപ്പോൾ ഈ കട്ട്ലേറ്റിൻ്റെ ഈ ഒരു ബോളാണെങ്കിലും അതാണെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതും ഈ പറയുന്ന പോലെ കട്ട്ലേറ്റ് വെളിച്ചെണ്ണയിലോട്ട് ഇടുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പും കൂടിയാണ് കേട്ടോ ഇത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആക്കിയെടുത്താൽ ഉണ്ടാക്കുമ്പോൾ അത് നല്ലൊരു ടിപ്പാണ്. അപ്പോൾ രാവിലെ നമ്മൾ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയുടെ പാൻ ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെയല്ല വൈകിട്ട്. അപ്പോൾ ആ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കട്ട്ലേറ്റും മൊരിയിച്ചെടുക്കുന്നത്. കട്ട്ലേറ്റ് മൊരിയിക്കാനായിട്ട് അധികം എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് കണ്ടോ ഫ്രിഡ്ജിലിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ബോള് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് മുട്ടയുടെ ഇതിലൊക്കെ മുക്കി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ മുട്ട ഒരു 2 എണ്ണം എടുത്ത് മഞ്ഞ വെള്ള മാറ്റിയിട്ടൊന്നുമില്ല. അങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ട്. റസ്ക് എടുത്ത് ഞാൻ മിക്സിയുടെ ജാറിൽ പൊടിച്ച് ചെറിയ അത്ര വളരെ നൈസാക്കിയിട്ടില്ല. ആ ലെവലിലുള്ളൊരു പൊടിയാക്കി വെച്ചിട്ടുണ്ട് ട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പഴേക്കും ഞാൻ വിചാരിച്ചു എല്ലാതും തിരുമ്മി പൊടിയൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് വെളിച്ചെണ്ണയിലേക്കിട്ട് ഒറ്റയടിക്ക് വറുത്തെടുക്കാമല്ലോ. അപ്പോൾ എല്ലാം നമ്മള് പൊടിയൊക്കെ ചേർത്ത് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഓരോരോ കട്ട്ലേറ്റായിട്ട് ഇട്ട് കൊടുക്കാണ് ട്ടോ. ഷേപ്പും വലിപ്പമൊക്കെ പലതിൻ്റെയും പല പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. ഞാനതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടാണ്. നമ്മൾ നല്ല പ്രൊഫഷനായിട്ട് നമ്മുടെ വീട്ടിൽ വല്ല വിരുന്നുകാരൊക്കെ വന്നിട്ടാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കണേ അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ വലിപ്പവും അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിലല്ലാണ്ട് ഇത്തിരി ഓവൽ ഷേപ്പിലൊക്കെ ഉണ്ടാക്കാം. അതിൻ്റെ കട്ടിയാണെങ്കിലും എല്ലാം ഒരേപോലെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യമായതുകൊണ്ട് എല്ലാതും അത്രയും ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതിൻ്റെ ബോളുകൾ ഇങ്ങനെ പല വലിപ്പത്തിലായിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു വശം നന്നായി മൊരിഞ്ഞ് വന്നപ്പോൾ അപ്പുറത്തെ വശം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ഇതിൻ്റെ പൊടിയായതുകൊണ്ട് റസ്കിൻ്റെ പൊടിയായതുകൊണ്ട് തന്നെ പൊടി പെട്ടെന്ന് കരിയാനൊരു സാധ്യതയുണ്ടാവും. അതുകൊണ്ട് തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുത്ത് ദേ നമ്മളുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ എല്ലാ ഫുഡും റെഡിയായി. നമ്മൾ ഫുഡ് കഴിക്കാൻ റെഡിയായി. അപ്പോൾ നമ്മുടെ പായസവും ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും കട്ട്ലേറ്റും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു അച്ചാറുണ്ട്. പിന്നെ നമ്മൾ തൈരും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വളരെ കുറച്ച് വിഭവങ്ങളേ ഉള്ളൂ. പക്ഷേ ഇത് ഒരുപാട് നേരത്തെ കട്ടിങ്ങും പരിപാടികളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മക്കളാണെങ്കിലും ഒറ്റയ്ക്ക് ടേബിളുമ്മ വന്നിരുന്ന് കഴിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാട് അവരറിയില്ല. അപ്പോൾ അവരെയും വിളിക്കുക കട്ട് ചെയ്യാനോ തൊലി കളയാനോ അല്ലെങ്കിൽ വെജിറ്റബിളിൻ്റെ വേസ്റ്റ് കൊണ്ട് കളയാനോ അങ്ങനെയൊക്കെ അവരെയും നമ്മൾ കൂടെ നിർത്തിയിട്ടൊക്കെ വേണം കേട്ടോ. അല്ലെങ്കിൽ അവർ വിചാരിക്കും ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ഒറ്റൊരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന പോലെ വരുന്ന പരിപാടികളാണെന്ന് അവർ വിചാരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളുടെ ന്യൂ ഇയറിൻ്റെ ഡിന്നർ ആവട്ടെ. അപ്പോൾ ഡിന്നർ വിളമ്പുമ്പോൾ ഞാൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കട്ട്ലേറ്റും പിന്നെന്താ അച്ചാറും തൈരും ഒക്കെ വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഊണ് കഴിഞ്ഞിട്ട് ഒരു ചെറിയ മധുരം എന്ന രീതിയിലാണ് കേട്ടോ പായസം കുടിക്കണം.
അപ്പൊ അങ്ങനെ ഞങ്ങളുടെ എന്താ പറയാ ന്യൂ ഇയർ ഡേയിലെ ഡിന്നർ അടിപൊളിയായിരുന്നു. അപ്പൊ വീട്ടീന്ന് പപ്പയും മമ്മിയും ഉച്ചതിരിഞ്ഞിട്ടാണ് ട്ടോ അവര് വന്നത്. അപ്പൊ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നേരായപ്പഴേക്കൊക്കെ മമ്മി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ മമ്മി ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ക്രിസ്മസ് നമ്മളവിടെ വീട്ടിൽ ആഘോഷിച്ചു. അപ്പൊ ന്യൂ ഇയറിന് ഇങ്ങോട്ടേക്ക് വരണം എന്നുള്ള ഒരു എഗ്രീമെന്റിൽ തന്നെയാണ് നമ്മൾ ക്രിസ്മസിന് അങ്ങട് പോയത്. അപ്പൊ അവര് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ ചേരുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നത്. അപ്പം ഞങ്ങളങ്ങനെ ഹാപ്പി ആയിട്ടിരുന്ന് ഞങ്ങളുടെ ഡിന്നർ കഴിക്കുകയാണ്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ. അപ്പം നമ്മുടെ മക്കൾക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണം തന്നെയാണ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എന്നെ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ഈ ഒരു യൂട്യൂബ് ജേണിയിലെ ഒരു 1600ഓളം പേർക്ക് ഹാപ്പി ന്യൂ ഇയർ പറയാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഈ വർഷത്തിലത്തെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റും സന്തോഷവും. അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ.